നമസ്കാരം, സമഗ്രയിലേക്ക് സ്വാഗതം. പാട്യം ഗ്രാമപഞ്ചായത്ത് 13, 14, 15 വാർഡുകളിലെ UDF സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കണ്ണവം ഉന്നതിയിൽ തെരഞ്ഞെടുപ്പ് പൊതുയോഗം സംഘടിപ്പിച്ചു. KPCC വൈസ് പ്രസിഡന്റ് രമ്യ ഹരിദാസ് ഉദ്ഘാടനം നിർവഹിച്ചു. പാട്യം ഗ്രാമപഞ്ചായത്ത് 13, 14, 15 വാർഡുകളിലെ UDF സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കണ്ണവം ഉന്നതിയിൽ സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് പൊതുയോഗം KPCC വൈസ് പ്രസിഡന്റ് രമ്യ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് ഈ രാജ്യത്ത് നടപ്പിലാക്കിയ എല്ലാ വീട്ടിലും ഒരു സർക്കാർ സംവിധാനത്തിൽ ഒരു വരുമാനം ഉണ്ടാക്കണം, ഒരു കൂലി വേണം എന്ന് സോണിയാഗാന്ധി തീരുമാനമെടുത്ത് നടപ്പിലാക്കിയ ഒരു പദ്ധതിയുണ്ട്. ഏതാണ്? മഹാത്മാഗാന്ധിയുടെ പേരിലാണ് ആ പദ്ധതി. ഏതാണ്? മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പണി. CPM ഒക്കെ ഭരിക്കണ പഞ്ചായത്തുകാർ എന്ത് പറയും? പഞ്ചായത്ത് പണിയെന്ന്. അവരുടെ വിചാരം AKG സെന്ററിനോ CPM-ന്റെ ഓഫീസിലുണ്ടാക്കിയ പണിയാണ് എന്ന് കരുതിയിട്ട് അവർ പറയും. പക്ഷെ അവര് മഹാത്മാഗാന്ധിയുടെ പേര് പറയില്ല. കാരണം എന്താണ്? മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാവം പിടിച്ച അമ്മമാരൊക്കെ മനസ്സിലാവും ഇത് കോൺഗ്രസ് കൊണ്ടുവന്ന പദ്ധതിയാണ് എന്ന് തിരിച്ചറിയുമെന്ന് കരുതിയിട്ടാണ് അവർ പഞ്ചായത്ത് പണി എന്ന് പറയുന്നത്. പക്ഷെ നമുക്കറിയാവുന്നവരോടൊക്കെ നമ്മൾ പറയണം, ആരാണ് എല്ലാ വീട്ടിലും ഒരാൾക്ക്, ഒരു കുടുംബത്തിലെ ഒരംഗത്തിന് തൊഴിൽ വേണം എന്ന് തീരുമാനമെടുത്ത പാർട്ടി ഈ രാജ്യത്ത് നടപ്പിലാക്കിയ സർക്കാർ കോൺഗ്രസിന്റെ സർക്കാരാണ്, അല്ലേ? അത് ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്ന സർക്കാരുകളാണ് ഇപ്പൊ നേതൃത്വം കൊടുക്കുന്നത്. അത് കേന്ദ്രമാണെങ്കിലും. മണ്ഡലം പ്രസിഡന്റ് PK ദിവാകരൻ അധ്യക്ഷത വഹിച്ചു. നമ്മെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 9 വർഷമായി തുടരുന്ന ഇടതുപക്ഷ സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള ഒരു തുറന്ന എഴുത്താണ് ഈ തെരഞ്ഞെടുപ്പ്. എന്തു വന്നാലും കഴിഞ്ഞ വർഷം നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ 15-ാം വാർഡും, അതുപോലെ നമ്മൾ ഇപ്രാവശ്യം ശക്തമായി മത്സരിച്ചുകൊണ്ടിരിക്കുന്ന 14-ാം വാർഡും, അതുപോലെ തന്നെ നമ്മൾ കയ്യിലുള്ള 13-ാം വാർഡ് അവിടെ വോട്ട് വർധന ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നല്ലൊരു പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ ഇല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത്. കാരണം KK അശോകൻ, DCC ജനറൽ സെക്രട്ടറിമാരായ ഹരിദാസ് മുഖേരി, CG തങ്കച്ചൻ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് K ലോഹിദാസൻ, CVA ജലീൽ, KK പവിത്രൻ, CK സഹജൻ, ഹൈമജ കോട്ടായി, U നാസർ, NP അരുൺ, CP രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിലെ CPM-ന്റെ ഉന്നതരായിട്ടുള്ള നേതാക്കന്മാരടക്കം ഇന്ന് ജയിലരകത്തേക്ക് ഈ ദേവസ്വം, നമുക്കറിയാം ദേവന്മാരുടെ സ്വത്തുക്കൾ സംരക്ഷിക്കേണ്ടവരാണ് ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത്. ആ ദേവസ്വം ബോർഡ് അതിനുവേണ്ടി, ഈ ദേവസ്വത്തിന്റെ സ്വത്തുക്കൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി മാത്രം കോടിക്കണക്കിന് രൂപയാണ്. നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടമാണ്. നമ്മൾ ഏത് പക്ഷത്താണ് നിലയുറപ്പിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം. നമ്മൾ നന്മയുടെ പക്ഷത്താണെങ്കിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ബഹുമാനായ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്തുണ്ടായ ആ ഭരണ സംവിധാനം തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി നിങ്ങൾ വോട്ട് ചെയ്യണം, വോട്ട് അഭ്യർത്ഥിക്കണം എന്നാണ് എനിക്ക് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. സമഗ്ര ന്യൂസ്, കൂത്തുപറമ്പ.